ഹലോ, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ. എൻ്റെ പേര് അപർണ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് +2 പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വരെ ആയിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, അതായത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, our national movement had rejected these divisions as artificial and had promised the linguistic principle as the basis of formation of states. അതായത് നമ്മുടെ ദേശീയ പ്രസ്ഥാനം വിഭജനങ്ങളെയൊക്കെ കൃത്രിമമായി തള്ളിക്കളയുകയും സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഭാഷാ തത്വത്തെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ ഫാക്ട്, ആഫ്റ്റർ ദ നാഗ്പൂർ സെഷൻ ഓഫ് കോൺഗ്രസ് ഇൻ 1920, the principle was recognized as the basis of the reorganization of the Indian National Congress Party itself. വാസ്തവത്തിൽ 1920 കോൺഗ്രസിൻ്റെ സമ്മേളനത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ പുനഃസംഘടനയുടെ അടിസ്ഥാനമായിട്ട് ഈ തത്വം മാറി. അതായത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുക എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തന്നെ അടിസ്ഥാന തത്വമായിട്ട് മാറി. മെനി പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റീസ് were created by linguistic zones which did not follow the administrative divisions of the British India. അതായത് പല പ്രാവശ്യം കോൺഗ്രസ് കമ്മിറ്റികളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണപരമായ വിഭജനം പിന്തുടരാത്ത ഭാഷാ മേഖലകളാൽ സൃഷ്ടിക്കപ്പെട്ടു. Things changed after independence and partition. Our leaders felt that carving out states on the basis of language might lead to disruption and disintegration. അതായത് നമ്മുടെ ലീഡേഴ്സ് തന്നെ നമ്മൾ ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്സിനെ രൂപീകരിക്കണം എന്നുള്ള ആ ഒരു കാര്യങ്ങളിൽ പല പല കാര്യങ്ങൾ ഒത്തുതീർപ്പില്ലാതെ വന്നു. അവർക്കിടയിൽ തന്നെ സുരക്ഷ ഇല്ലാതെ വന്നു. ഇറ്റ് വാസ് ഓൾസോ ഫെൽറ്റ് ദാറ്റ് ദിസ് വുഡ് ഡ്രോ അറ്റൻഷൻ അവേ ഫ്രം other social and economic challenges that the country faced. This decision of the national leadership was challenged by the local leaders and the people. ഈ ഒരു കാര്യം, അതായത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള കാര്യങ്ങളിൽ ലീഡേഴ്സിനിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ വന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക്കലി ഉള്ള കാര്യങ്ങളിൽ വരെ ഇത് ബാധിക്കാൻ തുടങ്ങി. Protests began in the Telugu speaking areas of the old Madras province, which included present-day Tamil Nadu, parts of Andhra Pradesh, Kerala and Karnataka. അതായത് പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവാൻ തുടങ്ങി. മദ്രാസ് പ്രൊവിൻസിന് കീഴിലുള്ള സ്ഥലങ്ങളിൽ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവാൻ തുടങ്ങി. എന്ത് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തത്? തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾ, അതായത് ആന്ധ്രയുടെ ഭാഗങ്ങളിലും തമിഴ്നാട്ടിലും കർണാടകയിലും കേരളയിലും ഉണ്ടായിരുന്ന ആളുകൾ തെലുങ്ക് സംസാരിക്കുന്ന അവർക്ക് പ്രത്യേകം ഒരു സ്റ്റേറ്റ് വേണം എന്നുള്ള കാര്യം ഉയർത്തി കാണിച്ചുകൊണ്ട് അവരെന്ത് തുടങ്ങി? പ്രൊട്ടസ്റ്റുകൾ മദ്രാസ് പ്രൊവിൻസിൽ ഉണ്ടാവാൻ തുടങ്ങി. ദ വിശാൽ ആന്ധ്ര മൂവ്മെന്റ്, ആസ് ദ മൂവ്മെന്റ് ഫോർ ദ സെപ്പറേറ്റ് ആന്ധ്ര വാസ് കോൾഡ്, demanded that the Telugu speaking area should be separated from the Madras province of which they were a part and be made into a separate Andhra province. ഈ വിശാൽ ആന്ധ്ര മൂവ്മെന്റ് എന്നുള്ള പേരിലായിരുന്നു പ്രൊട്ടസ്റ്റ് നടന്നത്. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേണം എന്നുള്ള രീതിക്ക് ഒരു മൂവ്മെന്റ് നടന്നത് വിശാലാന്ധ്ര മൂവ്മെന്റ് എന്നുള്ള രീതിക്ക് പേരിലായിരുന്നു. The movement gathered momentum as a result of the central government's vacillation. കേന്ദ്ര സർക്കാരിൻ്റെ അലംഭാവത്തിൻ്റെ ഭാഗമായാണ് ഈ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചിരുന്നത്. അപ്പോൾ അവർ പ്രൊട്ടസ്റ്റ് ചെയ്ത സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് അതിന് വലിയ വില കൊടുത്തില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള നില സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചപ്പം പ്രൊട്ടസ്റ്റുകൾ അത് പറ്റത്തില്ല, ഞങ്ങൾക്കത് വേണം എന്നുള്ള രീതിക്ക് അവരുടെ ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ കാഠിന്യം കൂട്ടിക്കൊണ്ടുവന്നു. പോറ്റി ശ്രീരാമലു, എ കോൺഗ്രസ് ലീഡർ ആൻഡ് എ veteran Gandhi, went on an indefinite fast that lead to his death after 56 days. പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന കോൺഗ്രസ് ലീഡറും ഒരു ഗാന്ധിയനുമായിരുന്ന വ്യക്തി ചെയ്തു? ഒരു ഫാസ്റ്റ്, അതായത് നമ്മുടെ നിരാഹാരം കിടക്കാൻ ആരംഭിച്ചു. നമുക്ക് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് വേണം എന്നുള്ള രീതിക്ക് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാരം ആരംഭിച്ചു. പക്ഷേ 56 ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. ദിസ് കോസ്ഡ് ഗ്രേറ്റ് അൺറസ്റ്റ് ആൻഡ് റിസൾട്ടഡ് ഇൻ വയലന്റ് ഔട്ട്റസ്റ്റ് ഇൻ ആന്ധ്ര റീജിയൻ. പീപ്പിൾ ഇൻ ലാർജ് നമ്പേഴ്സ് ടുക്ക് ടു ദ സ്ട്രീറ്റ്.
ഇതെന്താ വലിയൊരു അസ്വസ്ഥത ഈ പ്രക്ഷോഭകർക്കിടയിൽ സൃഷ്ടിക്കുകയും അവർ വലിയ വലിയ അക്രമസക്തമായിട്ടുള്ള രീതിക്ക് ആന്ധ്ര മേഖലയിൽ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായ സമയത്ത് ഈ പോറ്റി ശ്രീരാമുലു മരണപ്പെട്ട സമയത്ത് എന്തായി, നേരത്തെ മുദ്രാവാക്യത്തിൽ വിളിച്ചിരുന്നത് പിന്നീട് അക്രമങ്ങളിലും തെരുവിലിറങ്ങി ഈ മൊത്തത്തിൽ ബഹളമാവുകയും ഒക്കെ തുടങ്ങി. രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിക്ക് പ്രൊട്ടസ്റ്റുകൾ മാറാൻ തുടങ്ങി. മെനി വെർ ഇൻജേർഡ് ഓർ ലോസ്റ്റ് ദെയർ ലൈവ്സ് ഇൻ പോലീസ് ഫയറിംഗ്. ഇൻ മദ്രാസ് സെവറൽ ലെജിസ്ലേച്ചർ റിസൈൻഡ് ദെയർ സീറ്റ്സ് ഇൻ പ്രൊട്ടസ്റ്റ്. പോലീസ് വെടിവെപ്പിൽ നിരവധി കലാപകാരികൾക്ക് പരിക്കേൽക്കുകയും ചിലവർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. അതേപോലെ ഇതിൽ പ്രതിഷേധിച്ചിട്ട് മദ്രാസിൽ നിരവധി നിയമസഭാ അംഗങ്ങൾ അവരുടെ സ്ഥാനം തന്നെ രാജിവെച്ചു. കാര്യം അവർക്ക് ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്നത് അവരുടെ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായ സമയത്ത് നിയമസഭാ അംഗങ്ങൾ എന്താ ചെയ്തത്, അവർ തൻ്റെ സ്ഥാനം, നിയമസഭയിലെ സ്ഥാനം വിട്ടിട്ട് അവിടെ നിന്ന് രാജിവെച്ച് പുറത്തിറങ്ങാണ്. അവരും ഈ സമരത്തിന്റെ കൂടെ ചേരുവാണ് ചെയ്തത്. ഫൈനലി ദ പ്രൈം മിനിസ്റ്റർ അനൗൺസ്ഡ് ദ ഫോർമേഷൻ ഓഫ് എ സെപ്പറേറ്റ് ആന്ധ്ര സ്റ്റേറ്റ് ഇൻ ഡിസംബർ 1952. ഒടുവിൽ 1952 ഡിസംബറിൽ ഒരു പ്രത്യേക ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതായിട്ട് ആര് പ്രഖ്യാപിച്ചു? നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇപ്പം നിങ്ങളോട് ചോദിക്കുവാണ്, ഈ ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത് എങ്ങനെയാണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുത്തരം ഇങ്ങനെ എഴുതണം. അതായത് പോറ്റി ശ്രീരാമുലു എന്ന് പറയുന്ന ഗാന്ധിയനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന വ്യക്തി നിരാഹാരം അനുഷ്ഠിച്ചു. സ്വന്തമായിട്ട് തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് സ്വന്തമായിട്ടൊരു സംസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് കലാപം ഒരു വശത്തും എത്താതിരുന്ന സമയത്ത് പോറ്റി ശ്രീരാമുലു എന്ന കോൺഗ്രസ് നേതാവ് മുതിർന്ന ഗാന്ധിയനും എന്ത് ചെയ്തു? അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചു. 56 ദിവസത്തെ നിരാഹാരത്തിന് ഒടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും അത് വലിയ പ്രൊട്ടസ്റ്റുകൾക്കും വലിയ കലാപങ്ങൾക്കും കാരണമാവുകയും ജനങ്ങൾ നിരത്തിലിറങ്ങുന്നതിനും കാരണമാവുകയും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പോലീസുകാർ ഇതിനെതിരെ വെടിവെക്കുകയും കുറേ പേർക്ക് ഇഞ്ചേർഡ് ആവുകയും കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് നിയമസഭാ അംഗങ്ങളായിരുന്ന കുറച്ചു പേർ രാജിവെക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ 1952 നമ്മുടെ പ്രധാനമന്ത്രിക്ക് പ്രത്യേക ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കേണ്ടി വന്നു. ദ ഫോർമേഷൻ ഓഫ് ആന്ധ്ര spurred the struggle of making of other states on linguistic lines in other parts of the country. അപ്പം ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതിനൊരു പാത വെട്ടിത്തെളിക്കുകയാണ് ചെയ്തത്. കാര്യം ഇപ്പം തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര രൂപീകരിച്ച സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ വെറുതെ ഇരിക്കുമോ? ഇല്ല. അപ്പോൾ തമിഴ് സംസാരിക്കുന്നവർക്ക് തമിഴ്നാട് വേണമെന്നും കന്നഡ സംസാരിക്കുന്നവർക്ക് കർണാടക വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉയർന്നു വരികയും അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. These struggles forced the central government into appointing a States Reorganization Commission. ഫസൽ അലി ആയിരുന്നു സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഇൻ 1953 അത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ? ഈ ആന്ധ്രയുടെ പേരിലുണ്ടായ സ്ട്രഗിൾസിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ബൗണ്ടറീസിനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ള, അതിൻ്റെ ബൗണ്ടറീസ്, അതിർത്തികളെ നിശ്ചയിക്കുക എന്നുള്ള രീതിക്കാണ് നമ്മൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ കൊണ്ടുവരുന്നത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്ന നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഉത്തരം പറയേണ്ടത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953 ആരായിരുന്നു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ? ഫസൽ അലി ആയിരുന്നു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ. The commission in its report accepted that the boundaries of the state should reflect the boundaries of different languages. ഈ സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾ വിവിധ ഭാഷകളുടെ അതിരുകൾ പ്രതിഫലിപ്പിക്കണമെന്ന് കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ടിൽ അംഗീകരിച്ചു. അപ്പോൾ കമ്മീഷൻ തന്നെ അതിനെ അംഗീകരിക്കുകയാണ്. അതായത് ഭാഷകൾ പറയുന്ന, അതാത് ഭാഷകളുള്ള ആൾക്കാരെ ഒരുമിച്ച് ഒരു സംസ്ഥാനമാക്കി രൂപീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു റിപ്പോർട്ടാണ് ആര് കൊടുത്തത്? ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ കൊടുത്തത്. ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് റിപ്പോർട്ട് ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ 1956. ദിസ് ലീഡ് ടു ദ ക്രിയേഷൻ ഓഫ് 14 സ്റ്റേറ്റ്സ് ആൻഡ് 6 യൂണിയൻ ടെറിട്ടറീസ്. അപ്പോൾ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് വന്ന സമയത്ത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന
ആളുകളെ ഒറ്റ സംസ്ഥാനമായിട്ട് പല പല സംസ്ഥാനങ്ങളായിട്ട് മാറ്റണം എന്നുള്ള രീതിക്ക് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 പാസ്സാക്കുകയാണ് ഉണ്ടായത്. ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിൻ്റെ ഫലമായിട്ട് നമുക്ക് 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറീസും ഉണ്ടായി ഇന്ത്യയിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ. എത്രയാ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിൻ്റെ ഫലമായിട്ട് നമുക്ക് എത്ര സ്റ്റേറ്റ്സ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു? 14 സംസ്ഥാനങ്ങൾ നമുക്കുണ്ടായിരുന്നു, 6 യൂണിയൻ ടെറിട്ടറീസും നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതിൽ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീർന്നു. നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, അതായത് നമ്മളുടെ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ എങ്ങനെ പുനഃസംഘടിപ്പിച്ചു എന്നാണ്. അപ്പം നമുക്ക് അതിന് ഏറ്റവും ആദ്യം പറയേണ്ടത് ഏതിനെ പറ്റിയിട്ടാണ്? നമ്മുടെ ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിച്ചതിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആന്ധ്രയുടെ രൂപീകരണത്തെ പറ്റി പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ ആന്ധ്രയുടെ രൂപീകരണത്തിന് കാരണമായത് ആരാണ്? പോറ്റി ശ്രീരാമലു നിരാഹാരം കിടക്കുകയും 1956 അതിനു മുന്നേ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത് കൊണ്ട് കുറേ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് 1956 ഡിസംബറിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് പിന്നീട് എന്തിനു വഴിതെളിച്ചു? പിന്നീട് ഭാഷാ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിന് വഴിതെളിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്നുള്ള രീതിക്ക് ഒരു കമ്മീഷൻ വരുവാണ് 1953. എന്തിനാണ് വന്നത്? നമുക്ക് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണോ വേണ്ടയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു കമ്മീഷനെ രൂപീകരിക്കുകയാണ് ചെയ്തത്. ആ കമ്മീഷൻ പിന്നീട് അവർക്ക് റിപ്പോർട്ട് നൽകിയത് എന്താണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് വളരെ മികച്ച ഒരു കാര്യമാണ് എന്നുള്ള രീതിക്ക് ആര് കൊടുത്തു? നമ്മുടെ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 നിലവിൽ വന്നു. ഇത് 14 സ്റ്റേറ്റുകളുടെയും 6 യൂണിയൻ ടെറിട്ടറീസിൻ്റെയും ക്രിയേഷന് കാരണമാവുകയും ചെയ്തു. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫുൾ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ഈ ചാപ്റ്റർ ഫുള്ള് നമ്മൾ പഠിച്ചത് നേഷൻ ബിൽഡിങ്ങിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ പഠിച്ച സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ പറ്റിയിട്ട് പഠിച്ചു. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ നേരിടേണ്ടി വന്ന 3 വെല്ലുവിളികളാണ് ഈ 3 എണ്ണം. ഏതൊക്കെയാണ്? നേഷൻ ബിൽഡിങ്ങും, അതേപോലെ സ്റ്റേറ്റ് റീഓർഗനൈസേഷനും, പിന്നെ നമ്മുടെ ഈ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ്. നെയിം ദ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഫോംഡ് ഇൻ ഇന്ത്യ. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപീകൃതമായ ആദ്യത്തെ സംസ്ഥാനം ഏതെന്നാണ് നമ്മൾ പഠിച്ചത്? ആന്ധ്രയാണ് ആദ്യത്തെ സംസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപീകൃതമായിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രയാണ്. ഫൈൻഡ് ഔട്ട് ദ ലീഡർ ഹൂ പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏത് നേതാവിൻ്റെ നേതൃത്വത്തിലാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നടന്നത്. നാട്ടുരാജ്യ സംയോജനത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച നേതാവ് ഏതായിരുന്നു? അതിൻ്റെ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നടന്നത്. അദ്ദേഹത്തിനെ സഹായിച്ചത് മലയാളിയായ VP മേനോനാണ്. നെയിം ദ സ്റ്റേറ്റ് വിച്ച് ഈസ് ഫോംഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് പോറ്റി ശ്രീരാമലു. അതായത് പോറ്റി ശ്രീരാമലുവിൻ്റെ മരണശേഷം ഉടനടി രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രയാണ്. ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനമാണ് പോറ്റി ശ്രീരാമലുവിൻ്റെ മരണശേഷം ഉടനടി രൂപീകരിച്ചത്. പിന്നെ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ടു നേഷൻ തിയറി അഥവാ ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്നാൽ എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിനെന്താ ഉത്തരം എഴുതാൻ പറ്റുന്നത്? ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം അഥവാ ടു നേഷൻ തിയറി എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം, അതായത് മുസ്ലിങ്ങളായിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം, ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യം, അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് 2ആയിട്ട് വിഭജിക്കണമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ മുഹമ്മദ് അലി ജിന്ന. അതിനെയാണ് നമ്മൾ പറയുന്നത്? ടു നേഷൻ തിയറി എന്ന് പറയുന്നത്. മാച്ച് ദ ഫോളോവിങ്, അതായത് 2 കോളം തരും, അതിനകത്ത് നമുക്ക് അനുയോജ്യമായിട്ടുള്ളവ കൂട്ടിച്ചേർക്കണം. അപ്പോൾ ട്രൈസ് വിത്ത് ഡെസ്റ്റിനി സ്പീച്ച് നടത്തിയത് ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെ ഫോർമേഷൻ ഓഫ് ആന്ധ്ര ഇവരിൽ 4 പേരിൽ ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുവാണ്? നമ്മുടെ പോറ്റി ശ്രീരാമലുവായിട്ട് ബന്ധപ്പെട്ടാണ്
ഫോർമേഷൻ ഓഫ് ആന്ധ്ര കിടക്കുന്നത്. ഇന്ത്യയുടെ അയൺ മാൻ ഓഫ് ഇന്ത്യ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ഇന്ത്യയുടെ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിനാണ്. പിന്നെ ഫ്രോണ്ടിയർ ഗാന്ധി അഥവാ അതിർത്തി ഗാന്ധി എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ് നമ്മൾ ഫ്രോണ്ടിയർ ഗാന്ധി എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ മാച്ച് ദ ഫോളോയിങ് ഇത് നിങ്ങൾ നോക്കുക. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കണ്ടക്ട് ഓഫ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ വാസ് എ ടഫ് എക്സസൈസ് ഫോർ ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അതായത് ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കഠിനമായ വ്യായാമമായിരുന്നു. ഈ പ്രസ്താവനയെ സാധൂകരിക്കുക എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഇപ്പം നിങ്ങൾ ആൻസർ എഴുതുവാണെങ്കിൽ എന്തൊക്കെ വരണം? അതിനകത്ത് വരുവാണെങ്കിൽ ഇന്ത്യ വാസ് എ ലാർജ് കൺട്രി ആൻഡ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ഇലക്ടറേറ്റ്സ് വെർ പുവർ ആൻഡ് ഇല്ലിറ്ററേറ്റ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ രാജ്യമായിരുന്നു. അതിലെ വോട്ടർമാരിൽ ഭൂരിഭാഗം പേരും എന്താണ്? ദരിദ്രരും അതേപോലെ നിരക്ഷരരുമായിരുന്നു. അവർക്ക് വളരെ വലിയ അറിവൊന്നും ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നില്ല. അറ്റ് ദ ടൈം വെർ 70 crore എലിജിബിൾ വോട്ടേഴ്സ്. ആ സമയം നമ്മുടെ ഇന്ത്യയിൽ എത്ര കോടി ജനങ്ങൾ ഉണ്ടായിരുന്നു? 17 കോടി എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. എമംഗ് ദം ഓൺലി 50% വെർ ലിറ്ററേറ്റ്. അതിനകത്ത് അതായത് ഈ 17 കോടി ജനങ്ങളിൽ 15% ആളുകൾ മാത്രമായിരുന്നു എന്ത്? സാക്ഷരതയുള്ളവർ. മോർ ഓവർ ഡെമോക്രസി ഹാഡ് എക്സിസ്റ്റഡ് ഓൺലി ഇൻ ദ പ്രോസ്പെറസ് കൺട്രീസ്. ഈവൻ മെനി ഓഫ് ദ യൂറോപ്യൻ കൺട്രീസ് ഹാഡ് നോട്ട് ഗീവൻ വോട്ടിംഗ് റൈറ്റ്സ് ടു ഓൾ വുമൺ. അതുപോലെ എന്താ നമ്മുടെ സമ്പന്ന രാജ്യങ്ങളുണ്ടല്ലോ, ഇന്ത്യയെ അപേക്ഷിച്ച് സമ്പന്ന ആയിട്ടുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യം നിലനിന്നിരുന്ന സമയത്തും പല യൂറോപ്യൻ കൺട്രീസിലും എന്താ നമുക്ക് സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും ഒന്നും വോട്ടവകാശം നൽകിയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു ഇതുണ്ടായിരുന്നില്ല, ഡിസ്ക്രിമിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പുരുഷന്മാർക്ക് മാത്രമേ വോട്ടുള്ളൂ, സ്ത്രീകൾക്ക് വോട്ടില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യ സ്ത്രീകൾക്കൊക്കെ വോട്ടവകാശം നൽകിയ സമയത്ത് എന്താ അതിനെ എതിർത്തിരുന്നു, അല്ലെങ്കിൽ അതിനോട് ഒരു പിന്നെ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിക്ക് ഒരു പുച്ഛഭാവത്തോടു കൂടി കാണുകയാണ് ഉണ്ടായത്. ഇറ്റ് വാസ് ഇൻ ദിസ് സിറ്റുവേഷൻ ദ എലക്ഷൻ വേർ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഇൻ ഇന്ത്യ ഓൺ ദ ബേസിസ് ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജ്. ഈ സാഹചര്യത്തിലാണ്, അതായത് നമ്മുടെ നിരക്ഷരരായിട്ടുള്ള ആൾക്കാരുണ്ട്, ദരിദ്രരായിട്ടുള്ള ആൾക്കാരുണ്ട്, സാക്ഷരത എന്ന് പറയുന്നത് 15% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ഇതിലും പിന്നെ സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കുകയും യൂറോപ്യൻ കൺട്രീസൊക്കെ നമ്മളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടിരുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ എന്താ തെരഞ്ഞെടുപ്പ് വളരെ വിജയകരമായിട്ട് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജയകരമായിട്ട് കൊണ്ടുവരാൻ നമ്മുടെ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇപ്പം നിങ്ങളുടെ അടുത്ത് ആ നേരത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ കണ്ടക്ട് ഓഫ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ വാസ് എ ടഫ് എക്സസൈസ് ഫോർ ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് എന്നായിരുന്നു ചോദിച്ചത്. അപ്പം നിങ്ങൾ എന്താ പറയണ്ടത്? ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നടത്തിയത്? ഇന്ത്യയിൽ ഒത്തിരി കാര്യങ്ങൾ, യൂറോപ്യൻ കൺട്രീസൊക്കെ നമ്മളെ വിയോജിപ്പായിരുന്നു നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഫ്രീഡത്തിനുമൊക്കെ വിയോജിപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ നിരക്ഷരരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ദരിദ്രരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, സാക്ഷരത ഉള്ളവർ 15% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ഇത്രയും വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ എന്ത് ചെയ്തത്? വളരെ നല്ല രീതിക്ക് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ ബേസിസിൽ ഇന്ത്യ വിജയകരമായിട്ട് തന്നെ ഫസ്റ്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളൊരു ഏകദേശം ഒരു 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ചാപ്റ്റർ ഫുള്ള് പഠിച്ചു, 8 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തു. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സൊക്കെ എടുത്ത് ചെയ്ത് എക്സാംസിനൊക്കെ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ ബൈ.